The Real FM 103.6. ശ്രദ്ധ. വിവിധ ആവശ്യങ്ങൾക്കായി ബാങ്കിൽ നിന്നും വായ്പകൾ എടുത്തവർക്കും ഇനി വായ്പകൾ എടുക്കാനിരിക്കുന്നവർക്കും ആശ്വാസം പകർന്ന് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് റിപ്പോ നിരക്കുകൾ 6.25% നിന്നും 6% കുറച്ചിരിക്കുകയാണ്. ബാങ്കുകൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന ലോണുകളുടെ പലിശ നിരക്കുകൾ കുറയാൻ ഇതുവഴി സാധ്യത ഒരുങ്ങും. പുതിയ ലോണുകൾ എടുക്കുന്നവർക്ക് കുറഞ്ഞ പലിശയിൽ ലോൺ ലഭിക്കാനും ഇത് കാരണമാകും. അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തര തലത്തിലും ഒരു സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ നേരിടാനുള്ള നടപടിയായും റിസർവ് ബാങ്കിന്റെ ഈ തീരുമാനം വിലയിരുത്തപ്പെടുന്നുണ്ട്. പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതുവഴി വിപണിയിലേക്ക് കൂടുതൽ പണമെത്തുകയും പണമൊഴുക്ക് സുഗമമാവുകയും ചെയ്യും. എന്നാൽ നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന പലിശയും ഇതോടൊപ്പം കുറയുമെന്നത് നിക്ഷേപകരെ സംബന്ധിച്ച് പ്രയാസമുണ്ടാക്കുന്ന യാഥാർത്ഥ്യമാണ്. ഓഹരി വിപണിയിലേക്ക് നിക്ഷേപം കൂടുതലായി ഒഴുകാൻ ഇത് വഴിയൊരുക്കിയേക്കാം. ശ്രദ്ധ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ആദ്യം സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജിന്റെ വിശകലനത്തിലേക്ക്. റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുമ്പോൾ ഈടാക്കുന്ന റേറ്റ് ആണ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആ റേറ്റില് 0.25% കുറവാണ് വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മോണിറ്ററി പോളിസി കമ്മിറ്റിയും ഇതുപോലെ തന്നെ 0.25% എന്ന് വെച്ചാൽ 0.25% കുറവ് വരുത്തിയിരുന്നു. അപ്പൊ ഇപ്പൊ 6.5% റീപ്പോ റേറ്റ് 6% താഴ്ന്നിരിക്കുന്നു. 0.25% കുറവ് റീപ്പോ റേറ്റിൽ വരുത്തിയത് എന്തുകൊണ്ടാണ്? ഇതുവരെ ഉപഭോക്തൃ വില നിലവാരം 6% മുകളിലായിരുന്നു കഴിഞ്ഞ മാസം വരെ. എന്താണ് ഈ 6%ന്റെ പ്രസക്തി? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്ത ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട്. ആ മോണിറ്ററി പോളിസി കമ്മിറ്റി കോവിഡ് കാലത്ത് തീരുമാനിച്ചിരുന്നത് ഉപഭോക്തൃ വില, അതായത് റീറ്റെയിൽ പ്രൈസസ് 4%-നും 6%-നും ഇടയ്ക്ക് നിർത്തണം എന്നാണ്. അതായത് 6%-ന്റെ മുകളിൽ പോകരുത്, 4%-ന് താഴേക്കും പോകരുത്. അതിന് അനുപേക്ഷണീയമായി വേണ്ട തരത്തിലാണ് റേറ്റിലെ ക്രമീകരണം. ആ ക്രമീകരണം കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ സമ്പദ്ഘടനയിലെ വായ്പയുടെ ലഭ്യതയെ സ്വാധീനിക്കുക. അതാണ് റീപ്പോ റേറ്റിലെ വേരിയേഷൻ കൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ മാസം വരെയും ഇന്ത്യയിലെ ഉപഭോക്തൃ വിലകൾ 6%-ന് മുകളിലായിരുന്നു. അതിപ്പോൾ 3.9%, അതായത് 4%-ന് തൊട്ട് താഴേക്ക് ഈ അടുത്ത നാളിൽ താഴ്ന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തില് അതിപ്പോഴും 6%-ന് മുകളിലാണ്. ഓൾ ഇന്ത്യ തരത്തിലെ ഉപഭോക്തൃ വില നിലവാരം 3.9%-ലേക്ക് താഴ്ന്നു എന്ന കാരണം കൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനം ഈ റീപ്പോ റേറ്റില് 0.25% റിഡക്ഷൻ വരുത്തുക എന്നുള്ളത്. അപ്പൊ അത് നല്ലതാണ്. കാരണം എല്ലാ തരം വായ്പകളും അതിന്റെ വായ്പകളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു എന്ന കാരണം കൊണ്ട് തന്നെ കൂടുതൽ വായ്പകൾ എടുക്കപ്പെടും. കൂടുതൽ വായ്പകൾ എടുക്കപ്പെടുന്നത് എങ്ങനെ നല്ലതായിരിക്കും? അതായത് തൊഴിൽ ഇല്ലായ്മ വളരെ രൂക്ഷമാണ് ഇപ്പോൾ ഇന്ത്യയിൽ. അങ്ങനെ തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന ഇന്ത്യയില് വായ്പകൾ കൂടുതൽ എടുക്കപ്പെടുന്നു എന്ന് വച്ചാൽ അത് നാമമാത്ര ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാകും. വായ്പകൾ കൂടുതൽ ലഭ്യമാകുന്നത് ഹൗസിംഗ് സെക്ടറില് കൂടുതൽ വായ്പകൾ എടുക്കപ്പെടും, റിയൽ എസ്റ്റേറ്റ് മേഖലയില് കൂടുതൽ വായ്പകൾ എടുക്കപ്പെടും. അപ്പോൾ ആകെപ്പാടെ സമ്പദ്ഘടനയിൽ ഒരു ഉണർവിനുള്ള സാധ്യതയാണ് ഈ റീപ്പോ റേറ്റ് കുറച്ചതുകൊണ്ട് സംഭവിക്കുക. സാമ്പത്തിക മേഖലയ്ക്ക് ഊർജം പകരുന്ന ഈ നടപടി മാന്ദ്യത്തിനെതിരെയുള്ള ഇന്ത്യയുടെ മറുപടിയാകും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ കൃഷ്ണൻ ചാലിൽ നിരീക്ഷിക്കുന്നു. ഈ പലിശ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വായ്പയുടെ ചോദനം വർദ്ധിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ സമ്പദ്ഘടനയിലെ പണലഭ്യത വർദ്ധിക്കുന്നു, ലിക്വിഡിറ്റി വർദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇതൊക്കെ വായ്പ കൂടുതൽ ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിനെ ആശ്രയിച്ചാണ് എല്ലാവിധ നിക്ഷേപങ്ങളും നടക്കുന്നത്. അപ്പം വായ്പ ലഭ്യമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിന്റെ പലിശ കുറയുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടുമെന്നുള്ളത്. അതുപോലെ തന്നെ റിപ്പോ നിരക്കിന്റെ കുറവ് മൂലം ഏറ്റവും പ്രധാനമായിട്ടുള്ള അനുകൂല ആഘാതം സാധ്യമാകുന്നത് റിയൽ എസ്റ്റേറ്റ് രംഗത്താണ്. പ്രത്യേകിച്ച് ഭവന വായ്പ രംഗത്ത്, വാഹന വിൽപ്പന രംഗത്ത് ഉണർവ് പകരാൻ ഈ നടപടി സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
വായ്പയെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ സൂക്ഷ്മ സംരംഭങ്ങൾ നിലനിൽക്കുന്നത്. MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഇന്ത്യൻ GDP-യുടെ 30% സംഭാവന ചെയ്യുന്നത് സൂക്ഷ്മ സംരംഭങ്ങളാണ്. ഇന്ത്യയിൽ ഏകദേശം 110 ദശലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന മേഖലയും കൂടിയാണ് ഈ സൂക്ഷ്മ സംരംഭങ്ങൾ. ഈ സൂക്ഷ്മ സംരംഭക മേഖലയ്ക്ക് ഈ റിപ്പോ റേറ്റിന്റെ കുറവ് വലിയ ഒരു പിന്തുണയാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലും ഇതിന്റെ ചലനങ്ങൾ ക്രിയാത്മകമായി ഉണ്ടാവുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ ഗ്രാമീണ മേഖലയിൽ മൂലധന ചെലവും സ്വകാര്യ ഉപഭോഗവും വർദ്ധിപ്പിക്കാനും റിപ്പോ നിരക്കിലെ കുറവ് മൂലം സാധിക്കും. അതുവഴി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനം, അതായത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉറപ്പിക്കുവാനും സാധിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രധാനമായിട്ടുള്ള കാഴ്ചപ്പാട്. ഇന്ത്യ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോഴും നമ്മുടെ GDP-യുടെ 17% കാർഷിക മേഖല സംഭാവന ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ 49% ആളുകളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ കാർഷിക മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും ഈ ഒരു പണനയത്തിന് സാധിക്കുമെന്ന് തന്നെ കണക്കാക്കേണ്ടതുണ്ട്. ഒരുപാട് നിക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് ജലസേചന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള എക്യുപ്മെന്റുകൾ, ഇതെല്ലാം വാങ്ങുവാൻ ഈ ഒരു അവസരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ കാർഷിക മേഖലയിലും ഉൽപാദനം സാധ്യമാകും. ചുരുക്കത്തിൽ സമസ്ത മേഖലകൾക്കും വളരെയധികം ഉത്തേജനം നൽകുന്ന നടപടിയാണിത്. പ്രത്യേകിച്ച് ഇന്നുള്ള ഒരു വ്യാപാര യുദ്ധം, പ്രത്യേകിച്ച് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങളുടെ ഫലമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആഗോള മാന്ദ്യത്തെ മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവരുടെ പണനയം രൂപപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ശുഭോദർക്കമായ കാര്യം തന്നെയാണ് RBI പറഞ്ഞിട്ടുള്ളത്. ന്യൂട്രൽ പോളിസി എന്നുള്ളതിൽ നിന്ന് മാറി ഒരു അക്കോമഡേറ്റീവ് ആയിട്ടുള്ള ഒരു പണനയം ആണ് നമ്മൾ മുന്നിൽ കാണുന്നതെന്ന് പറയുന്നു. അതിനർത്ഥം ഇനിയും ഒരുപക്ഷെ നിരക്കുകൾ കുറയ്ക്കാൻ നമ്മുടെ കേന്ദ്ര ബാങ്ക് സന്നദ്ധമായേക്കാം. വലിയ വായ്പകൾ എടുത്തവർക്ക് കൂടുതൽ ഗുണകരവും നിക്ഷേപകരെ സംബന്ധിച്ച് പ്രയാസകരമായതുമായ പ്രഖ്യാപനമാണ് ഇപ്പോഴത്തേത്. ബാങ്കിംഗ് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി സനിൽ ബാബു. റിസർവ് ബാങ്ക് കുറവ് വരുത്തിയിരിക്കുന്നത് 25 ബേസിസ് പോയിന്റ് ആണ് റിപ്പോ നിരക്കിൽ. റിപ്പോ നിരക്കിൽ കുറവ് വരുമ്പം സ്വാഭാവികമായും ബാങ്കിന്റെ പലിശ നിരക്കിൽ കുറവ് വരും, നിക്ഷേപത്തിന് പലിശ കുറവ് വരും, അതോടൊപ്പം തന്നെ വായ്പയുടെ പലിശയിലും കുറവ് വരും. സ്വാഭാവികമായും വായ്പയുടെ പലിശ കുറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഗുണകരമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് എടുത്തിട്ടുള്ള EMI-കളിൽ, അതിന്റെ അടവുകളിൽ നല്ല കുറവ് വരാനുള്ള സാധ്യത റിപ്പോ നിരക്കിന്റെ കുറവിലൂടെ ലഭിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ടേക്ക് ഹോം സാലറി, അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന പണത്തിനകത്ത് വർധനയുണ്ടാകും. ഹൗസിംഗ് ലോണ്, വെഹിക്കിൾ ലോണ്, അങ്ങനെയുള്ള വായ്പകളൊക്കെ സാധാരണക്കാരന് ഗുണകരമാകും. എന്നാൽ സാധാരണക്കാരായ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന നിക്ഷേപത്തിനും പലിശ നിരക്ക് കുറയും എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ പണപ്പെരുപ്പ് നിരക്കും വിലക്കയറ്റവും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പലിശ നിരക്ക് തന്നെ അപര്യാപ്തമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ പലിശ നിരക്ക് കുറയുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം കാണേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ബാങ്കിങ് സെക്ടറിൽ നിന്ന് വായ്പ എടുക്കുന്ന ഭൂരിപക്ഷവും വായ്പകൾ പോകുന്നത് കോർപ്പറേറ്റ് വായ്പകളായിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോ ഉണ്ടായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ, ആഗോളതലത്തിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പോളത്തിലേക്ക് കൂടുതൽ പണം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം കൂടി ഇതിന്റെ ഭാഗമായി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ആഗോളതലത്തിൽ ഈ ബാങ്കിങ് നിരക്ക് കുറച്ച് ആളുകൾക്ക് കൂടുതൽ ഈ ഷെയർ മാർക്കറ്റിലേക്കായാലും ഒക്കെ ഫണ്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിന് പിന്നിൽ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ബാങ്കുകളുടെ നിക്ഷേപത്തിന്റെ ഭൂരിഭാഗം പങ്കും സാധാരണക്കാരന്റെ നിക്ഷേപം, അതിൽ കോർപ്പറേറ്റുകളുടെ സംഭാവന വളരെ കുറവാണ്. അപ്പോൾ സാധാരണക്കാരന്റെ നിക്ഷേപം ഭൂരിപക്ഷമാകുന്ന ബാങ്ക് നിക്ഷേപങ്ങളില്, എന്നാൽ വായ്പയുടെ അനുപാതം എടുത്ത് പരിശോധിക്കുമ്പോൾ വായ്പയിൽ ഒരു 80% പോകുന്നത് 5 കോടിക്ക് മുകളിലുള്ള വായ്പകളായിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ കൂടുതൽ നേട്ടം ആർക്കാണ് ഉണ്ടാവുക എന്നുള്ളത് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ ബാക്കി 5 കോടിയിൽ താഴെ എടുത്ത വായ്പ എടുത്തിട്ടുള്ള സാധാരണക്കാരിലേക്ക് മാത്രമാണ് ഇതിന്റെ ഒരു ഗുണവശം ലഭിക്കുന്നത് എന്ന കാര്യം കൂടി ഇതിന്റെ ഭാഗമായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊരു സമ്മിശ്രമായ ഒരു പ്രതികരണമായിരിക്കും സാധാരണക്കാരനെ സംബന്ധിച്ചുണ്ടാവുക. വായ്പ എടുത്തവർക്ക് ആശ്വാസം ലഭിക്കുന്നതോടൊപ്പം തന്നെ ഈ നിക്ഷേപം വലിയ തോതിൽ പലിശ കുറയുന്നത് നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തും, അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ചെലവുകളുടെ ഭാഗത്തിലേക്ക് ചെറിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും എന്നുള്ളത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് കാണേണ്ടതുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഏറെ നിർണായകമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള റിസർവ് ബാങ്കിന്റെ പുതിയ തീരുമാനം സാമ്പത്തിക വിദഗ്ധർ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാൻ പോകുന്നുവെന്ന വിലയിരുത്തലിൽ RBIയുടെ ഇപ്പോഴത്തെ തീരുമാനം സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട്.
നിക്ഷേപകർക്ക് നഷ്ടമുണ്ടാക്കുമെങ്കിലും സാധാരണക്കാരനെ സംബന്ധിച്ച് വായ്പയുടെ പലിശഭാരം കുറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ആശ്വാസം തന്നെയാണ്. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.